രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് പരിചയപ്പെടാം. റെസിഡൻറ്റ് എഡിറ്റർ എന്ന പാഠഭാഗം. പത്രമാധ്യമവുമായി ബന്ധപ്പെട്ട രസകരമായ കഥയാണ് റെസിഡൻറ്റ് എഡിറ്റർ. സവിശേഷമായ ഒരു രചനാശൈലി കൊണ്ട് മലയാള വായനക്കാരിൽ ചിരിയുടെ മാലപ്പടക്കം കൊളുത്തിയ VKNൻ്റെ ഹാസ്യപ്രയോഗ ചാതുരി പ്രകടമാക്കുന്ന കഥയാണിത്. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ നോക്കാം. നിമിഷം മുതൽ ശത്രുപോകും വരയ്ക്കും നീ നന്മ പത്രത്തോട് റെസിഡൻറ്റ് എഡിറ്റർ. ഫലിതവും ആക്ഷേപഹാസ്യവും ആവിഷ്കരിക്കാൻ ഈ വരികൾ എത്രത്തോളം പര്യാപ്തമാണ്. VKNൻ്റെ മറ്റു കഥകൾ കൂടി പരിഗണിച്ച് VKN കൃതികളിലെ ഹാസ്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത എന്താണ്, ആ കൃതികളിൽ എന്തൊക്കെയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യമായിരിക്കണം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അതായത് കലയിലൂടെ സാമൂഹിക വിമർശനത്തിൻ്റെ ആക്ഷേപഹാസ്യത്തിൻ്റെ കൂരമ്പുകൾ തൊടുത്ത എഴുത്തുകാരനായിരുന്നു VKN. ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അദ്ദേഹം എന്താണ് വ്യക്തമാക്കുന്നത്? അധികാര വ്യവസ്ഥയ്ക്കെതിരെയും അതിലെ ദുഷ്പ്രവണതകൾക്കെതിരെയും അദ്ദേഹം നിരന്തരം പ്രതികരിച്ചു എന്താണ്. അങ്ങനെയുള്ള മറ്റ് കഥകൾ എന്തൊക്കെയാണ് പിന്നീട് എഴുതുക, അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ അവിടെ ഉൾപ്പെടുത്തുക, ഒപ്പം ആ കൃതികളിൽ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൂടി അവിടെ ഉൾപ്പെടുത്തുക. കാലിക സംഭവങ്ങളെ മാറി നിന്ന് നിരീക്ഷിച്ച് നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് വായനക്കാർക്ക് മുന്നിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉൾപ്പെടുത്തുക. പിന്നീട് നമുക്ക് പഠിക്കാനുള്ള റെസിഡൻറ്റ് എഡിറ്റർ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ വെങ്കടേഷ് അയ്യർക്ക് സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ അതിനുള്ള ഉത്തരമാകും. സമൂഹത്തിലെ പുഴുക്കുത്തുകൾ തുറന്നു കാണിക്കുകയും അതിന് കാരണക്കാരായ അധികാരികളെ സ്ഥാനഭേദമന്യേ വിമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പം അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന കാര്യം ഉൾപ്പെടുത്തണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ത് വ്യക്തമാക്കുന്നു എന്ന്, അദ്ദേഹത്തിൻ്റെ ഭാഷാരീതി, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് തുറന്നു കാട്ടാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന മറ്റു കൃതികൾ കൂടി ഉൾപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നോക്കൂ. റെസിഡൻറ്റ് എഡിറ്റർ എന്ന കഥയിലെ നർമ്മവും ആക്ഷേപഹാസ്യവും വിശദമാക്കുക എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? VK എന്നതിൻ്റെ തനതായ നർമ്മവും സാമൂഹിക വിമർശനവും ഈ കഥയിലുടനീളം കാണാം എന്ന് നമ്മൾ എഴുതണം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഷാരീതി എഴുതുക. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ചിരി ഉണർത്തുന്ന കാര്യമാണല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ എഴുതുക. അതുപോലെ ചില ശൈലികൾ, അതായത് അരിയിട്ട് വാഴ്ത്തപ്പെടുക, വ്യാഴവട്ട സ്മരണകൾ എന്നിങ്ങനെ ധരിച്ചു നിൽപ്പ് തുടങ്ങിയ പ്രയോഗങ്ങളും സന്ദർഭങ്ങളും ചിരി ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അധികാര സ്ഥാനങ്ങളെയും പരോക്ഷമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ടീച്ചർ പറഞ്ഞത്. അതായത് ചില പ്രയോഗങ്ങൾ അദ്ദേഹം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രയോഗങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം അതിൽ എഴുതണം.